ആദാബ് ബച്ചോ. ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 3-ൽ ടാലൻറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ കൃത്യമായി പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കറിയാം ബാസാറുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് നമ്മുടേത്. അപ്പോൾ ബാസാറുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു ചോദ്യം വരിക? നോക്കൂ, ലോഗ് സാമാൻ ഖരീദിനെ ഓർ ബേച്ച്നെ കെ ലിയെ ആത്തെ ജാത്തെ ഹെ. എവിടെയാണ്? അത് ബാസാറിലാണ് അല്ലേ. നമുക്കിതിന് എങ്ങനെയാക്കാം? ലോഗ് സാമാൻ ഖരീദിനെ ഓർ ബേച്ച്നെ കെ ലിയെ കഹാ ആത്തെ ജാത്തെ ഹെ. എവിടെ വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനുള്ള ഉത്തരമായിട്ട് എന്ത് ചെയ്യാം? ബാസാർ എന്നുള്ളത് വരും. ആളുകൾ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമായിട്ട് എവിടേക്കാണ് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് പഠിക്കുക. ഓക്കെ. പിന്നെ അടുത്തത് ഗാഡിയാം അല്ലേ. ഗാഡിയാനെ കുറിച്ചുണ്ട്. വാഹനങ്ങളുണ്ട്. നോക്കൂ, ഇതാ ഗാഡിയാ കി ആവാസ്. കണ്ടോ, പോം. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഗാഡി അല്ലെങ്കിൽ ലോറിയാക്കി ആവാസ് എന്നോ, ലോറിൻ്റെ ആവാസ്, ലോറി ബസ് അതിൻ്റെ ആവാസ് ചോദിക്കാം. അല്ലെങ്കിൽ ഗാഡിയാക്കി ആവാസ് ക്യാ ഹേ എന്ന് ചോദിച്ചൂടെ? നമ്മൾ തോത്തയുടെയും കവ്വയുടെയൊക്കെ പഠിച്ചതുപോലെ. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ തന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ പോം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് നോക്കൂ, ദുക്കാനുണ്ട് ഇവിടെ, ദുക്കാൻദാർ ഉണ്ട് അല്ലേ. അപ്പോൾ ദുക്കാൻ മേ കോൻ സാമാൻ ബേച്ച്തേ ഹേ. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ. ഇങ്ങനെ ഇവിടെ എഴുതുന്നുണ്ട്, ദുഖാൻ മേ ഹമേ കോൻ സാമാൻ ബേച്ച്തേ ഹേ. എന്നുവെച്ചാൽ ആരാണ് നമുക്ക് സാധനം വിൽക്കുന്നത്? അവരുടെ പേരാണ് ദുക്കാൻദാർ അല്ലേ. അപ്പോൾ നമ്മളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ. നോക്കൂ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇതിൽ ഒരു സംഭാഷണമൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആകെ എത്രയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കണക്കുകൾ നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് പഠിക്കാം. ഇനി നോക്കൂ, ഇവിടെ ഇത് ഇത്തിരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, തർക്കാരി കി ദുക്കാൻ, പൽ കി ദുക്കാൻ, പൻസാരി കി ദുക്കാൻ. ഇതിൽ കുറേ തർക്കാരികളും അതുപോലെ തന്നെ പൽ അഥവാ ഫലങ്ങൾ അല്ലേ, അതുപോലെ തന്നെ പൻസാരി പലചരക്ക് സാധനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ പേരുകളെല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ. അനാർ, അനന്നാസ്, അതുപോലെ തന്നെ കേല, നമ്മുടെ സന്ത്ര അല്ലേ. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ തർബൂസ്, ഇതെല്ലാം നമ്മുടെ പൽ ആണ് അല്ലേ, പഴങ്ങളാണ്. അതുപോലെ കദ്ദു, ടമാറ്റർ, മിർച്ച്, ഇതെല്ലാം പ്യാസ്, ആലു, ഇതൊക്കെ തർക്കാരിയാണ്. ഈ പൻസാരിയാണ് ബാക്കിയുള്ള നമക്ക്, ദാൾ, ചാവൽ, അതുപോലെ തന്നെ ശക്കർ, ഗേഹു തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും തരിക? കുറച്ച് സാധനങ്ങൾ തന്നിട്ട് ഇസ്മേ തർക്കാരി കോൻസാഹേ എന്ന് ചോദിക്കാം. ഓക്കെ. ഇസ്മേ തർക്കാരി കോൻസാഹേ. അതല്ലാന്നുണ്ടെങ്കിൽ പൽ കോൻസാഹേ എന്ന് എഴുതാം, പൻസാരി കോൻസാഹേ എന്ന് എഴുതാം. എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് തരാം. ഇപ്പോൾ ഗേഹൂം തന്നു, അതുപോലെ തന്നെ സന്ത്ര തന്നു, ടമാറ്റർ തന്നു, ചാവൽ തന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലേതാണ് നമ്മൾ തർക്കാരിയായിട്ട് ചൂസ് ചെയ്യുക? നമുക്കറിയാം ടമാറ്ററാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് പഴമാണ് നമ്മളോട് ചോദിച്ചെന്നുണ്ടെങ്കിലോ, ഇവിടെ മിർച്ച്, കേല, കദ്ദു, നമക്കുണ്ട്. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് എഴുതും? നമ്മൾ എഴുതും അല്ലേ, കേലയാണെന്ന് ടിക്ക് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് ചോദിക്കാം? പൻസാരി ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ 3 ഒരേപോലെ തന്നിട്ട് അതിൽ നാ മുനാസിബ് ഏതാണെന്ന് ചോദിക്കാം. അഥവാ 3 പഴങ്ങളുടെ പേര് തരുന്നു, അതിൻ്റെ കൂടെ ഒരു പച്ചക്കറിയുടെ പേര് തരുന്നു, എന്നിട്ട് ഇതിൽ നാ മുനാസിബ് ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. പിന്നെ കേരളീയരുടെ ഭക്ഷണമാണ് അല്ലേ ചാവൽ. അതും നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. കേരള വാലോं के പസന്ദീദ ഖാന ചാവൽ നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പിന്നെന്താ ഇതിലുള്ളത്? ബാക്കിയെല്ലാം പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ്, അത് പഠിക്കാം. ഓക്കെ. ഇനി ബാക്കിയുള്ളത് നോക്കാം.
പിന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിലോനേക്ക് ദുഖാൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഗുഡിയ, ഗേന്ത്, ടോപ്പി ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ കിലൗന അല്ലാത്തത് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതിൽ നാമുനാസിബ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ചിത്രം തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കും. ഗുഡിയ എന്ന് പറഞ്ഞാൽ പാവയാണ്, നമുക്കറിയാലോ, ഗുഡിയ പാവയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് ഇത്. കണ്ടോ, ബസ്, അതുപോലെ തന്നെ ഹവായി ജഹാസ്, ജഹാസ്, റെയിൽ ഗാഡി. എന്നിട്ട് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ ബോക്സ് കണ്ടില്ലേ, പടരി പർ മേ ചൽത്തി ഹും, ഹർ സ്റ്റേഷൻ പർ രുക്തി ഹും, അല്ലേ, ഞാൻ ആരാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം അത് റെയിൽ ഗാഡി ആണ് എന്നുള്ളത്, അല്ലേ. ഇത് റെയിൽ ഗാഡി ആണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു പഹേലി പോലെ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം, റെയിൽ ഗാഡി കഹാ പർ ചൽത്തി ഹും എന്ന് ചോദിക്കാം. റെയിൽ ഗാഡി കഹാ പർ ചൽത്തി ഹും. അപ്പോൾ നമുക്കത് അറിയണം, എന്ത്, പടരി എന്നാണെന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കേണ്ട കാര്യമാണ്. അതേമാതിരി എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കാം, കഹാ രുക്തി ഹും എന്ന് ചോദിക്കാം. മനസ്സിലായോ. അപ്പോൾ സ്റ്റേഷൻ പർ. അതുപോലെ തന്നെ അടുത്തത് സടക് പർ മേ ചൽത്തി ഹും, ബസ് ഉട്ടേ പർ രുക്തി ഹും. അപ്പോൾ അത് ബസ്സാണ് നമുക്കറിയാം. ഇതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാം, അല്ലേ, എങ്ങനെ, ബസ് കഹാം പർ ചൽത്തി ഹും, അതുപോലെ തന്നെ ബസ് കഹാം പർ രുക്തി ഹും. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹവായി ജഹാസിനെ കുറിച്ചിട്ട്, ഹവായി ജഹാസ്, അല്ലേ, കഹാം പർ രുക്തി ഹും, അല്ലെങ്കിൽ കഹാം ഉടുത്തി ഹും, അല്ലേ, കഹാം മേ ഉടുത്തി ഹും, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഹവായി ജഹാസ് വന്നു കഴിഞ്ഞാൽ അത് ഹവായിലൂടെ അഥവാ വായുവിലൂടെ സഞ്ചരിക്കുന്നതാണെന്നും, ബസ്, ലോറി, ഓട്ടോറിക്ഷ ഇതൊക്കെ സടക്കിലൂടെയാണെന്നും, അതുപോലെ റെയിൽ ഗാഡി പടരിയിലൂടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ജഹാസ്, അല്ലേ, ജഹാസ് എവിടെയാണ് പോകുന്നത്, ഏതിലൂടെയാണ് പോകുന്നത്, പാനി മേ ബഹത്തിയും, അല്ലേ, വെള്ളത്തിലൂടെയാണ് പോകുന്നത്. വെള്ളത്തിലൂടെ അങ്ങനെ തുഴഞ്ഞാണ് പോകുന്നത്, അല്ലേ, അല്ലെങ്കിൽ നീന്തി പോകണം. അടുത്തത് ബന്ദർഗാഹ് മേ രുക്തിഹും, നിൽക്കുന്നത് എവിടെയാണ്, ബന്ദർഗാഹ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ജഹാസുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ദർഗാഹ്, പാനി ഇതെല്ലാം. ഇതെങ്ങനെയാണ്, ഒരു ചോദ്യം കൂടി ഞാൻ എഴുതുകയാണ്. ജഹാസ് കഹാം രുക്തിഹും, എവിടെയാണ് നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ജഹാസ് കഹാം ബഹത്തിഹും. മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായി പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ചോദ്യങ്ങൾ കൂടെ അവിടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ബാസാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ബാസാറുമായിട്ട് ബന്ധമില്ലാത്ത വാക്കുകൾ തന്നിട്ട് ചോദിക്കാം. ഇസ് बाजार से ना ताल्लुक लफ्ज़ कौन सा है, ഇങ്ങനെ ചോദിക്കാം. എന്നിട്ട് ഇവിടെ ഓപ്ഷൻ തരുന്നു. ദുക്കാൻ, ബി ഗാഡി, സി ലോഗ്, ഡി എന്ത് തരുന്നു, ഹവായി ജഹാസ് ഇങ്ങനെ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരാം. അപ്പോൾ ബാസാറുമായി ബന്ധപ്പെട്ട വാക്കുകളും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ നാ തഅല്ലുക്ക് ഹവായി ജഹാസാണ് അല്ലേ. അങ്ങാടിയിൽ ഹവായി ജഹാസിൻ്റെ ആവശ്യമില്ലല്ലോ. ബാക്കിയെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒരു കാര്യമാണ്, നോക്കൂ കേട്ടോ, പടരി പർ അല്ലേ, പടരി പർ ആണ് വരേണ്ടത്. ഓക്കെ, അതുമാതിരി സടക്ക് പർ ആണ്. ഹവായി ആണെങ്കിൽ ഹവാ മേ ആണ്. അതുപോലെ തന്നെ പാനി മേ ആണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കിയെല്ലാം അതുപോലെ സ്റ്റേഷൻ പർ അല്ലേ, ബസ് ഉട്ടേ പർ, അതേമാതിരി ഹവായി ഉട്ടേ പർ, ബന്ദർഗാഹ് മേ ആണ്. അപ്പോൾ ഈ മേ അതുപോലെ തന്നെ പർ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അത് വിട്ടുപോകരുത്. ഇങ്ങനെയും ചോദിക്കാം. ബസ് ഡാഷ് അല്ലെങ്കിൽ ബസ് സടക്ക് ഡാഷ് ചൽത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സടക്ക് പർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹവായി ജഹാസ് ഹവാ ഡാഷ് ചൽത്തി എന്നാണെങ്കിൽ അവിടെ മേ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത്
ഇതിലൊരു വാക്കുണ്ട് കുത്തുബ്ഖാന. കുത്തുബ്ഖാന എന്ന് പറഞ്ഞാൽ ലൈബ്രറിയാണ് കേട്ടോ. ആ ലൈബ്രറിനെ എന്താണ്, അല്ലെങ്കിൽ വായനശാലയ്ക്ക് എന്താണ് പറയുക, അല്ലെങ്കിൽ ഒരുപാട് കിതാബുകളുള്ള സ്ഥലത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ കുത്തുബ്ഖാനയാണ്. നമ്മളിതൊന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ ഈ നോക്കൂ, ഈ കുത്തുബ്ഖാന എന്നുള്ള വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര പറയും? നോക്കൂ, ഇതിൽ മൊത്തം 7 അക്ഷരങ്ങളുണ്ട്. എങ്ങനെയാണ് വന്നത്? ഈ ന കണ്ടോ, ന കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്, അത് ഈ ഹായ് ഇല്ലേ, ഈ ഹായാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്ന സമയത്ത് ഈ ചെറിയ വാല് വന്ന അത് ഒരു അക്ഷരമാണ്. അപ്പോൾ ഇത് എത്ര അക്ഷരങ്ങളുണ്ട്? ഇതിൽ മൊത്തം 7 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് ഇതിലൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൽ നോക്കൂ, ഇതിൽ ഗർബനായി എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുന്നത്. ഇതിൽ ഒരുപാട് മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആരാണ് പുല്ല് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്, ആരാണ് ലക്കടി കൊണ്ടുവരാമെന്ന് പറഞ്ഞത്, ആരാണ് ലക്കടി മുറിച്ച് തരാമെന്ന് പറഞ്ഞത്, ആരാണ് ചൗക്കീദാറാവാമെന്ന് പറഞ്ഞത്, ഇതെല്ലാം നമുക്കറിയാം. പിന്നെ ആരാണ് ഗർ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നത്, ഇതെല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ ഈ കഥേൻ്റെ പേര് തന്നിട്ട് ഇതിൽ ബന്ദർ എന്ത് പറഞ്ഞു, അതല്ല എന്നുണ്ടെങ്കിൽ ഖർഗോഷ് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മളത് ഓർത്ത് വെക്കുക, അതൊന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ കേട്ടോ. ഇതാ ഇവിടെ പറയുന്ന ആ ഒരു സംഭവങ്ങളില്ലേ, ഇതാ ഹിരൺ അപ്നെ സീങ്കോം സേ മിട്ടി കൂത്താ ഹെ. ഇപ്പോൾ ഡാഷ് അപ്നെ സീങ്കോം സേ മിട്ടി കൂത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയണം അത് ഏത് കഥയിലേതാണ്, അത് ആരാണ് അങ്ങനെ കൊമ്പുകൾ കൊണ്ട് മണ്ണ് കുഴിച്ചതെന്നൊക്കെ അറിയണം. അപ്പോൾ അത് ഹിരൺ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബന്ദർ ഗർ ഖേലിയെ, കണ്ടോ, ലക്കടി ഇല്ലാത്ത ഹേ. അതുപോലെ ഖർഗോഷ് എന്ത് ചെയ്യും? ദാന്ത് സേ ലക്കടി കാട്ടുത്താ ഹേ. കുത്ത ഗർ കാ ചൗക്കീദാർ ഹേ. ബക്കരി ചത് കെ ലിയെ ഗാസ് ലാത്തി ഹേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഓർത്താൽ മതി, നമുക്കറിയും. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ ഇതിൽ ഈ പറഞ്ഞ എല്ലാ മൃഗങ്ങളും എന്താണ്, ഇതിൽ ഹിരൺ, അതുപോലെ തന്നെ ബന്ദർ, ഖർഗോഷ്, അതുപോലെ പിന്നെ ആരൊക്കെയുണ്ട്? കുത്തയുണ്ട്, ബക്കരയുണ്ട് അല്ലേ. ഇതിൽ ഹിരണും ബന്ദറും ഒക്കെ ഹിരണും അതുപോലെ തന്നെ ബന്ദറും ജംഗലി ജാൻവറാണ്, അഥവാ വന്യമൃഗങ്ങളാണ്. ബാക്കിയുള്ളവ എന്താ? വളർത്തു മൃഗങ്ങളാണ്. ഒക്കെ നമുക്കറിയാലോ. ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ബക്കര എന്ത് തരുന്നുണ്ട് നമുക്ക്? ദൂത് തരുന്നുണ്ട്, ദൂത് ദേത്തീഹെ. അതുപോലെ തന്നെ ഗായെ ആണെന്നുണ്ടെങ്കിലും എന്ത് തരുന്നുണ്ട്? ദൂത് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ബക്കര ക്യാ ദേത്തി ഹേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഹിരണിൻ്റെയും ബന്ദറിൻ്റെയും ഖർഗോഷിൻ്റെയും കുത്തേൻ്റെയൊക്കെ പേര് തന്നിട്ട് ഇതിൽ ആർക്കാണ് സീങ്കോം കൊമ്പുകളുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലേ? പറ്റും. പിന്നെ ഈ വാല് നോക്കൂ, ഏറ്റവും കൂടുതൽ ലംബി ദം ഏതിനാണുള്ളത്? ബന്ദറിനാണ്. അപ്പോൾ ദം എന്നാണ് വാലിനെ പറയുക. വാലിനെ എന്താ പറയുക? ദം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ദം എന്ന് പറഞ്ഞാൽ വാല്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഓരോന്നിൻ്റെ ഓരോരോ പ്രത്യേകതകൾ. ഇതിൽ ഖർഗോഷ് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പാൽത്തു ജാൻവറിൽ പെടും അല്ലേ. പാൽത്തു ജാൻവറാണ്. അപ്പം അങ്ങനെയും ചോദിക്കാം. കുറേ മൃഗങ്ങളുടെ പേര് തന്നിട്ട് അതിൽ പാൽത്തു ജാൻവർ, ഇസ്മേ പാൽത്തു ജാൻവർ കോൺസാ ഹേ, അല്ലെങ്കിൽ ജംഗ്ലി ജാൻവർ കോൺസാ ഹേ, ഇസ്മേ സീങ്കോം വാലി ജാൻവർ കോൺസി ഹേ അല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നോക്കാം. ഇനി ഇത് സർക്കസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അടുത്തത് സർക്കസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലും കുറച്ച് മൃഗങ്ങളുടെ പേര് വരുന്നുണ്ട്. ബാലു, അതുപോലെ തന്നെ ഹാത്തി. ഇതൊക്കെ ജംഗലി ജാൻവറിൽ പെട്ടതാണ്. ഹാത്തീൻ്റെ പ്രത്യേകത എന്താ? ജമീൻ കാ ബഡാ ജാൻവർ അല്ലേ. കരയിലെ വലിയ മൃഗമാണ് ആര്? ഹാത്തി. ജമീൻ കാ ബഡാ ജാൻവറാണ് ഹാത്തി. അതുപോലെ തന്നെ നമ്മുടെ റിയാസത്തി ജാൻവറുമാണ് ഹാത്തി. റിയാസത്തി ജാൻവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ജാൻവർ. അപ്പോൾ അതും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ, ഹാത്തിയെക്കുറിച്ച്. അതുപോലെ തന്നെ ഹാത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു വലിയ സൂണ്ടുണ്ട്, വലിയൊരു സൂണ്ട്, തുമ്പിക്കൈയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ബാക്കി ബാലു, അതുപോലെ തന്നെ ജിറാഫ, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ നമ്മുടെ ജംഗ്ലി ജാൻവറിൽ പെട്ടതാണ്. അതിലതുപോലെ
ജിറാഫയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷേർ ഉണ്ട് കേട്ടോ. ഷേറിന് നമ്മൾ എന്താ പറയുക, ജംഗിൾ കാ രാജയാണ് ഷേർ. ജംഗിൾ കാ രാജ, കാട്ടിലെ രാജാവാണ് ഷേർ. ഓക്കെ. അതുപോലെ ജിറാഫയാണെന്നുണ്ടെങ്കിൽ ജിറാഫിന് എന്താ പ്രത്യേകത, ലംബി ഗിർദനാണ്, അഥവാ നീണ്ട കഴുത്താണ്. അപ്പോൾ ഹാത്തിക്ക് നമ്മൾ പറഞ്ഞു സൂണ്ടുണ്ട് എന്നുള്ളത്, ബന്ദറിന് പറഞ്ഞു അതുപോലെ നല്ല നീളമുള്ള വാലുണ്ട് എന്നുള്ളത്. ബാലു ആണെന്നുണ്ടെങ്കിൽ ബാലുവിന് എന്താണ് ഇഷ്ടം, ബാലുവിന് ഷഹദ് ഭയങ്കര ഇഷ്ടമാണ്. ഷഹദ് അഥവാ തേൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തു വയ്ക്കാം. ഇനി ഇതാ ഇവിടെ ഗോഡയുണ്ട് കണ്ടോ, ഗോഡയുണ്ട്, തോത്തയുണ്ട്, കുത്തയുണ്ട്. ഗോഡാൻ്റെ പ്രത്യേകത എന്താ, സവാർ കർത്തേഹി, നമ്മൾ സവാരി ചെയ്യുന്നതാണ് ഗോഡേൻ്റെ മേലെ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ ഹാത്തിയും ഷേറും ഖർഗോഷും ഒക്കെയാണ്. ഇതാ ജിറാഫയെക്കുറിച്ച്, ജംഗ്ലി ജാൻവറാണ്, പത്താക്കാത്തേഹെ, പിന്നെ അതുപോലെ ജിറാഫാക്കി ഗിർദൻ ലംബീഹി. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇതിലൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്തത് സമന്ദർ കി സേർ എന്നുള്ള പാഠഭാഗമാണ്. ഇതിൽ നോക്കൂ, സമന്ദർ മേ ലഹരെ ഉഡ് രഹി ഹെ. തിരമാലകളെയാണ് നമ്മൾ പറയുന്നത് ലഹരി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാമല്ലോ, സമന്ദർ മേ ഡാഷ് ഉഡ് രഹി ഹെ, എന്നിട്ട് കുറേ കാര്യങ്ങൾ, പരിന്തേ, അതുപോലെ തന്നെ കഷ്തിയ, മച്ലിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ തരാം. അപ്പോൾ നമുക്കത് മനസ്സിലാവണം. തിരമാലയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കഷ്തിയ എന്ന് പറഞ്ഞാൽ തോണി. കഷ്തിയ തോണികളാണ് അല്ലേ, ഈ തോണികൾ വഞ്ചികളൊക്കെ പറയില്ലേ, അതൊക്കെയാണ്. അപ്പോൾ ഇതും വെള്ളത്തിലൂടെ പോകുന്നതാണ് കേട്ടോ, ജഹാസ് പോലെ തന്നെയാണ് ഇതും പാനീമി. അതേപോലെ തന്നെ മച്ചീറ മച്ചലിയാ പക്കഡ് ഹേ, ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരിക, മച്ചീറ എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാരൻ അല്ലെങ്കിൽ മുക്കുവനാണ്. മുക്കുവൻ എന്ത് ചെയ്യുന്നുണ്ട്, മീനിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ മച്ചീറ ക്യാ പക്കഡ് ഹേ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത രീതിയിൽ എങ്ങനെ ചോദിക്കാം, കോൻ മച്ചലിയാ പക്കഡ് ഹേ, ആരാണ് മച്ചലിയ പിടിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചോദിച്ചാലും നമുക്ക് അറിയണം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതേപോലെ പതങ്ക് എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്, പട്ടം, അത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉബാറെ, അതുപോലെ തന്നെ രേത്ത് കെ ഗർ എന്ന് പറഞ്ഞാൽ മണൽ വീടാണ്, അത് നമ്മൾ നോക്കുക. ഇനി അതുപോലെ തന്നെ സൂരജ് എവിടെയാണ് ഡൂബ് രഹാ ഹെ, സൂരജ് സമന്ദർ മേ ഡൂബ് രഹാ ഹെ എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സൂരജ് കഹാ ഡൂബ് രഹാ ഹെ എന്നുള്ളൊരു ചോദ്യം പ്രതീക്ഷിച്ചൂടെ. എന്നിട്ട് സമന്ദർ മേ എന്നുള്ളത് ശരിയായ ഉത്തരം. അതല്ല എന്നുണ്ടെങ്കിൽ ആസ്മാൻ മേ, അതുപോലെ തന്നെ ഗർമേ, മൈതാൻ മേ, അങ്ങനെയൊക്കെ തന്നൂടെ. അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം അതല്ല സമന്ദർ മേ ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി ഇതിൽ നോക്കൂ, നമ്മൾ പറഞ്ഞതിൽ പോലെ മച്ചീറ എന്താ ചെയ്യുന്നത്, ദർജി എന്ന് പറഞ്ഞാൽ തയ്യൽക്കാരൻ, കിസാൻ പറഞ്ഞാൽ കൃഷിക്കാരൻ, കുംഹാർ പറഞ്ഞാൽ മറ്റേ മൺപാത്രക്കാരനാണ് കേട്ടോ, സനാർ എന്ന് പറഞ്ഞാൽ തട്ടാനാണ് അഥവാ സ്വർണ്ണപ്പണിക്കാരൻ. അപ്പോൾ അവർ ഓരോ ജോലികളും അതുപോലെ തന്നെ ഓരോ ജോലിക്കാരും അവർ ചെയ്യുന്ന ജോലികളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. മച്ചീറ ചെയ്യുന്നത് മച്ഛലി പക്കഡ്താഹെ, ദർജി ചെയ്യുന്നത് കപ്പടേ സുൽത്താഹെ, കപ്പട തുന്നുന്നു, കിസാൻ ചെയ്യുന്നത് ഖേത്ത് മേ കാം കർത്താഹെ, കുംഹാർ ചെയ്യുന്നത് മിട്ടി കെ ബർത്തൻ ഉണ്ടാക്കലാണ്, സനാർ ചെയ്യുന്നത് സോനെ കെ സേവറാത്ത്. മച്ചീറ മീൻ പിടിക്കുന്നു, മച്ഛലി പക്കഡ്താഹെ മച്ഛലി. ദർജി കപ്പടേ വസ്ത്രം തയ്ക്കുന്നു. കിസാൻ ഖേത്ത് വയലിൽ ജോലി ചെയ്യുന്നു. കുംഹാർ മിട്ടി കെ ബർത്തൻ ബനാത്താഹെ മൺപാത്രം ഉണ്ടാക്കുന്നു. സനാർ സോനെ കെ സേവർ ബനാത്താഹെ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതിന് എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പം കിസാനിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിസാൻ കഹാ കാം കർത്താഹെ എന്ന് ചോദിക്കാം. കിസാൻ ഈ കേത്ത് തരാതെ കഹാ കാം കർത്താഹെ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, കേത്ത് മേ കോൻ കാം കർത്താഹെ എന്ന് ചോദിക്കാം. ഒരു ചോദ്യം മനസ്സിലായോ. ഇപ്പോൾ കുംഹാർ ക്യാ ബനാത്താഹെ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറയും, മിട്ടി കെ ബർത്തനാണ് എന്നുള്ളത്.
ഇനി സനാർ ക്യാ സേവർ ബനാത്താ ഹെ, അല്ലെങ്കിൽ കിസ് സേവർ ബനാത്താ ഹെ, കിസ്കാ സേവർ ബനാത്താ ഹെ, എന്തിൻ്റെ ആഭരണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സോനെ കെ സേവർ. അതുപോലെ തന്നെ ദർസി ക്യാ സുൽത്താ ഹെ എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ ദർസി ക്യാ സുൽത്താ ഹെ എന്ന് ചോദിച്ചാൽ കപ്പടേ സുൽത്താ ഹെ, അല്ലെങ്കിൽ കപ്പടേ കോൻ സുൽത്താ ഹെ എന്നും നമുക്ക് ചോദിക്കാം. 2-3 രീതിയിലൊക്കെ ചോദ്യം വരും, നമ്മൾ ശ്രദ്ധിക്കണം. കപ്പടേ കോൻ സുൽത്താ ഹെ ദർസിയാണ്. മച്ചീറാൻ്റെ ഒക്കെ പറഞ്ഞല്ലോ നമ്മൾ. അതുപോലെ തന്നെ കുംഹാറിൻ്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുക. ഇതല്ലാതെ ഉസ്താദ്, ടീച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഇൽമ സിക്കാത്തേഹെ, അല്ലെങ്കിൽ സബക് പടാത്താഹെ, ഇൽമ ദേത്തേഹെ, നമുക്ക് എന്ത് തരുന്നുണ്ട്? അറിവ് തരുന്നു. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. അമ്മ എന്ത് ചെയ്തു തരുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമുക്കറിയാലോ. അതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന കാര്യം എന്താണ്? ഇലാജ് കർത്താഹെ, ബീമാരിയോ കാ ഇലാജ്, ചികിത്സിക്കുന്നു. അപ്പം നമ്മളിതും കൂടി ഒന്ന് അഡീഷണലായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ബീമാരിയോ കാ ഇലാജ് കർത്താഹെ. എഴുതിയത് ചെറുതായിട്ട് ഒന്നും കൂടി ഇവിടെ എഴുതാം അല്ലേ. ബീമാരിയോ കാ, സമയം ഓവറാവുന്നു എന്നുള്ളത് കൊണ്ടാണ് നേരെ വേഗം എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ എഴുതുന്നത്. നിങ്ങളിതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപയോഗമായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കേട്ടോ. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ബീമാരിയോ കാ ഇലാജ് കർത്താഹെ. ഓക്കെ, ടീച്ചറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൽമ ദേത്തേഹെ, ടീച്ചർ അല്ലെങ്കിൽ ഉസ്താദ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പേശ, തൊഴിലും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും പേര് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് വാക്കുകളാണ്. ഹരേ ബരേ, ഊഞ്ചേ ഊഞ്ചേ, നീല നീല, ടണ്ടി ടണ്ടി. ഹരേ ബരേ എന്ന് പറഞ്ഞാൽ പച്ച നിറഞ്ഞ, ഊഞ്ചേ ഊഞ്ചേ എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന, നീല നീല എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള, ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത. അപ്പം എന്നിട്ട് ഇത് എങ്ങനെയാണെന്ന് ജോയിൻ ചെയ്യേണ്ടതാണിത്. നോക്കൂ, ആസ്മാൻ നീല നീല ഹെ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശം നീല കളറാണ് അല്ലേ. ഇനിയിപ്പോൾ ഈ ഡാഷ് കേത്ത് ഹെ, ഇത് എങ്ങനെയുള്ള കേത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡാഷ് അല്ലേ, ഇങ്ങനെയുള്ള കേത്താണ്. ഇതിലേതാ വരിക? ഹരേ ബരയാണ് വരിക, അഥവാ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള. നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതേ മോഡലസ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സുബഹ് കെ വക്ത് ഡാഷ് ഹവായി ചൽ രഹി ഹെ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ടണ്ടി ടണ്ടി. ഓക്കെ, തണുത്ത കാറ്റാണ് വീശുന്നത്. ഈ ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത. ഈ തണുത്തതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ചൂട് അല്ലേ. ചൂടിൻ്റെ ഓപ്പോസിറ്റ് ഗരം. ചൂടിൻ്റെ വാക്ക് ഗരം എന്നാണ്. അപ്പം ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്തത്, അതേപോലെ ചൂടാണെങ്കിൽ അത് ഗരം. അപ്പം അത് നോക്കി വയ്ക്കുക. പിന്നെ ജംഗിൾ മേ ഡാഷ് പേട് ഹെ, ഇവിടെ എന്ത് വരും? ഊഞ്ചേ ഊഞ്ചേ പേട് ഹെ, ഉയർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട്. അപ്പോൾ ഈ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നുള്ള രീതിയും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് ഒരു പാർക്കിൻ്റെ ചിത്രമാണ്. പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ജൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. ജൂല എന്താണ്? ഊഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ബാ ഉണ്ട്, തിത്തലി ഉണ്ട്, ഉബാറയുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്താണ് ഇതിൽ?